കണ്ണൂർ യൂണിവേഴ്സിറ്റി LLB എൻട്രൻസ് എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടുന്നതെന്നും അഡ്മിഷൻ സമയത്തും എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടതെന്നും അഡ്മിഷൻ സമയത്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാം. ഏതൊരു എൻട്രൻസ് എക്സാമിനേഷന് ഏതൊരു എക്സാമിന് വേണ്ടിയും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു കഫേയിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഫോട്ടോയും അതുപോലെ ഡോക്യുമെന്റ്സും ഒക്കെ സിഗ്നേച്ചറൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് അയക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസും ഫോർമാറ്റും ഡയമെൻഷനും ഒക്കെ കറക്റ്റ് ആയാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കഫേയിൽ പോയി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ല നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അത് അറിയാം എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറിയിട്ട് അഡ്മിഷൻ്റെ പേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് കാണാൻ പറ്റുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ കഫേയിൽ പോകുകയാണെങ്കിൽ അവർ തന്നെ അത് ചെയ്തോളും. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി ഇതുപോലെ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണുന്നത്. ഇതെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ ഫീ കാറ്റഗറി സെലക്ട് ചെയ്യുക. അതായത് ജനറൽ, SC ST ഈ രണ്ട് കാറ്റഗറിയാണ് ഫീ കാറ്റഗറി ആയിട്ടുള്ളത്. അപ്പോൾ ഈ ജനറൽ കാറ്റഗറിക്ക് ഒരു ഫീസും SC STക്ക് ഒരു ഫീസുമാണ്. ആ ഫീയുടെ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അതോടൊപ്പം ജെൻഡർ, മൊബൈൽ നമ്പർ, പിന്നെ ഒരു പാസ്വേഡ് കൂടി ക്രിയേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒന്നും കൂടി എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴാണ് കറക്റ്റിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, പാരന്റിന്റെ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും അവിടെ വരണം. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യമുണ്ട്. ഈ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ റിസർവേഷൻ ഡീറ്റെയിൽസ്, ഓരോ കാറ്റഗറിക്കും ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് SCBC റിസർവേഷൻ ഉണ്ട്. SCBCക്ക് ഈഴവ, ബില്ലവ, തീയ, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, അതർ ബാക്ക്വേർഡ് ഹിന്ദു, മുസ്ലിം, LC അതർ ദാൻ ആംഗ്ലോ ഇന്ത്യൻ എലോൺ ക്യാൻ ക്ലെയിം SCBC റിസർവേഷൻ. ഈഴവ, ബില്ലവ, തീയ, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, അതർ ബാക്ക്വേർഡ് ഹിന്ദു, മുസ്ലിംസും പിന്നെ LC ലാറ്റിൻ, കത്തോലിക്, ഇത്രയും കാറ്റഗറിക്കാണ് SCBC റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിച്ചിരിക്കണം. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് SCBC റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർക്ക് വേണ്ടത്. അത് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കുക. ആപ്ലിക്കേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒന്നും തന്നെ കണ്ടില്ല. അഡ്മിഷൻ സമയത്ത് എന്തായാലും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പോയി വില്ലേജ് ഓഫീസിൽ പോയി നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ EWS നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ SCBC കാറ്റഗറിയിലോ SC ST കാറ്റഗറിയിലോ ഉൾപ്പെട്ടവർക്ക് EWS ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ജനറൽ കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ ഫോർവേഡ് കമ്മ്യൂണിറ്റീസിലുള്ളവർക്കാണ് EWS ക്ലെയിം. ഫോർവേഡ് കമ്മ്യൂണിറ്റീസിൽ BPL കാറ്റഗറിയിൽപ്പെട്ട, അതായത് BPL കാർഡുള്ള ആൾക്കാരാണ് EWS ക്ലെയിം ചെയ്യേണ്ടത്. അവരും എന്ത് ചെയ്യണം, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് മേടിക്കണം. പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ് കാൻഡിഡേറ്റ്സ് ക്ലെയിമിംഗ് റിസർവേഷൻ അണ്ടർ SC ST കാറ്റഗറി എന്താ ചെയ്യേണ്ടത്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കണം. SC ST കാറ്റഗറിയിൽ പെട്ടവർ. അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി പറയുന്നുണ്ട്. അതിന്റെ ലിസ്റ്റ് കാണിച്ചു തരാം. ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റാണ് അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസ്, OEC. അതിൽ ST കാറ്റഗറിയിലുള്ളവരുണ്ട്, SCയിലുള്ളവരുണ്ട്. അപ്പോൾ അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസ് ഇതാണ്. ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റാണ് അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസിൽ വരുന്നവർക്ക് അവരും എന്താ ചെയ്യേണ്ടത്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും രണ്ടും വേണം. വില്ലേജ് ഓഫീസിൽ നിങ്ങൾ രണ്ടും മേടിച്ച് വെക്കുക. കൺവേർട്ടഡ് ക്രിസ്ത്യൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, SC ST കാറ്റഗറിയിൽ വരില്ല എന്നാണ് പറയുന്നത്. ദേ ബിലോങ് ടു OEC കാറ്റഗറി. കൺവേർട്ടഡ് ക്രിസ്ത്യൻസും OEC കാറ്റഗറിയിലാണ് വരുന്നത്. കാസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ OEC ലിസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ കൺസെഷൻ ഷുഡ് സെലക്ട് SCBC OBH കാറ്റഗറി. അതോടൊപ്പം തന്നെ OEC ലിസ്റ്റിൽ പെട്ട ആൾക്കാർക്ക് ഫീ കൺസെഷന് യോഗ്യതയുണ്ടെങ്കിൽ, അതിനുള്ള അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ SCBC OBH എന്നുള്ളൊരു കാറ്റഗറി സെലക്ട് ചെയ്യണം എന്നും പറയുന്നുണ്ട്. അത് നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് അത് ആ ഒരു ഓപ്ഷൻസ് അല്ല, ഇവിടെ കാറ്റഗറി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ SCBC OBH SC ST ജനറൽ ഇങ്ങനെ ഓപ്ഷൻസ് വരും. അതിൽ നിങ്ങൾക്ക് OEC കാറ്റഗറിയിൽ ഉൾപ്പെടുകയും ഫീ കൺസെഷന് അർഹതയുണ്ടെങ്കിൽ SCBC OBH എന്നുള്ളൊരു കാറ്റഗറി സെലക്ട് ചെയ്യണം. പിന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസബിലിറ്റി ബൈ ദ ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസബിലിറ്റി
ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. 40% ഡിസേബിൾഡ് ആയിരിക്കണം, 40%-ന് താഴെ ആകരുത്. അപ്പം അങ്ങനെയാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള റിസർവേഷൻ വരുന്നത്. ഇനി അപ്പോൾ അടുത്തത് അതിൻ്റെ കൂടുതൽ റിസർവേഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ റിസർവേഷൻ ഡീറ്റെയിൽസ് ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്, ഏത് കാറ്റഗറിയുടെ ഇത് വരും എന്നുള്ളതും ഈ ഓരോ കാറ്റഗറിക്കും വേണ്ടുന്ന സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി അതിനുശേഷം നിങ്ങൾക്ക് റിസർവേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ റിസർവേഷനൊക്കെ നിങ്ങൾ കൊടുക്കുക, ഏതാണ് നിങ്ങളുടെ കാറ്റഗറി എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പം റിസർവേഷന് യോഗ്യതയുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡീറ്റെയിൽസ് കോളത്തിനകത്ത് അത് കൊടുത്താൽ മാത്രമേ അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് റിസർവേഷന് കിട്ടുള്ളൂ. അഡ്മിഷൻ അലോട്ട്മെന്റ് സമയത്ത് ആ റിസർവേഷനിൽ ആ ഒരു കോട്ടയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിസർവേഷൻ ഇല്ല എന്നുള്ള കാര്യം കൊടുത്ത് ജനറലൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് മെസ്സേജസ് കഴിഞ്ഞ തവണയായിട്ടും ഒക്കെ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസർവേഷൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് റിസർവേഷൻ വഴി നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ കൂടെ നോമിനീസ്, അതായത് ലക്ഷദ്വീപിൽ നിന്നുള്ള ആൾക്കാർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ആ നോമിനീസിൻ്റെ ഇത് പറയുന്നത്. അതോടൊപ്പം അത് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ആപ്ലിക്കബിൾ അല്ല എന്ന് കൊടുത്താൽ മാത്രം മതി. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് ഏജ് പ്രൂഫ് കാണിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് കാണിക്കാം. ഏജ് പ്രൂഫിനാണെങ്കിൽ നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. ഏജ് പ്രൂഫ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് അക്കാഡമിക് ഡീറ്റെയിൽസ് എൻട്രി ഫേസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളിപ്പോൾ 5 ഇയർ LLB ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ +2ന്റെ മാർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. അതായത് ഏത് ബോർഡായിരുന്നു, ഇവിടെ നെയിം ഓഫ് യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്തിരിക്കുന്നത് 3 ഇയർ LLBയുടെ ആണ്. 3 ഇയർ LLB ആണെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ ഡിഗ്രി എടുത്ത് ആ യൂണിവേഴ്സിറ്റി, അഡ്മിഷന്റെ ഇയർ, പിന്നെ ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, ഏത് ഡിഗ്രിയാണ്, എത്ര പ്രാവശ്യം എഴുതിയിട്ടാണ് കിട്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ, ഏത് വർഷമാണ് പാസ്സായത് എന്നുള്ള കാര്യങ്ങൾ, മാർക്ക്, എക്സാമിനേഷൻ രജിസ്ട്രേഷൻ നമ്പറും കൂടി കൊടുക്കണം. നിങ്ങൾ +2 ആണെന്നുണ്ടെങ്കിൽ, അതായത് 5 ഇയർ LLB ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഏത് ബോർഡായിരുന്നു, അത് എപ്പോഴായിരുന്നു പാസ്സായ വർഷം, ഏതായിരുന്നു സ്ട്രീം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ അത് കൊടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ +2 ആകുമ്പോൾ +2ന്റെ സർട്ടിഫിക്കറ്റും കൂടെ കയ്യിൽ വെച്ചേക്കുക. കാരണം അതിൻ്റെ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്നുണ്ട്, അതോടൊപ്പം വർഷം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് കൂടെ 12th സർട്ടിഫിക്കറ്റും കൂടി കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ. നിങ്ങളുടെ എക്സാം സെന്ററും കൂടി സെലക്ട് ചെയ്യുക. കറക്റ്റ് സെന്റർ നിങ്ങൾക്ക് എവിടെയാണോ എക്സാം എഴുതാനായിട്ട് പറ്റുന്നത് അവിടെ കറക്റ്റ് സെന്റർ സെലക്ട് ചെയ്യുക. ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഏതൊക്കെ എക്സാം ആണ് നിങ്ങളിപ്പോൾ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നത് വെച്ചാൽ അതും കോഴ്സ് സെലക്ട് ചെയ്യും. അതിനുശേഷം ഫീ പേയ്മെന്റ് നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻസ് ആണോ സെലക്ട് ഏതൊക്കെ എക്സാമിനാണോ കൊടുത്തിരിക്കുന്നത് അതിനുള്ള ഫീസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ വരും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഫീസ് വരുമ്പോഴത്തേക്ക് ഫീ അങ്ങ് അടയ്ക്കുക. ഈ ഫീസ് അടയ്ക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അടയ്ക്കുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് സമയമുണ്ട് കറക്റ്റായിട്ടുള്ള എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാനും പിന്നെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഇങ്ങനെ കാണിക്കും. അത് നിങ്ങൾക്ക് അവർ കഫേയിൽ പോയി ചെയ്യുകയാണെങ്കിൽ അവർ പ്രിന്റ് എടുത്ത കോപ്പി കയ്യിലുണ്ടായിരിക്കണം. പ്രിന്റ് എടുത്തിട്ടുള്ള ആ ഒരു നമ്മുടെ ആപ്ലിക്കേഷന്റെ ഫോം പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കണം. അത് അഡ്മിഷൻ സമയത്ത് നമുക്കവിടെ കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ റിസർവേഷന്റെ എത്ര പെർസെൻറ്റേജ് റിസർവേഷനാണ് ഓരോ കാറ്റഗറിക്ക് ഉള്ളതെന്ന് നോക്കാം. ഓരോ റിസർവേഷൻ ഇങ്ങനെ ഈ ഒരു 5 ടൈപ്പ് റിസർവേഷനാണ് ഉള്ളത്. മാൻഡേറ്ററി റിസർവേഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, സ്പെഷ്യൽ റിസർവേഷൻ ഫോർ നോമിനീസ്, റിസർവേഷൻ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്, ഇങ്ങനെയാണ് ഉള്ളത്. അതിൽ മാൻഡേറ്ററി റിസർവേഷനിൽ ഇവിടെ ഓപ്പൺ കോട്ടയിൽ 60% റിസർവേഷനാണ്, അതായത് മെറിറ്റ് ബേസിൽ. പിന്നെ SC/BC കാറ്റഗറിക്ക് 20%, അതിൽ ഓരോ കാറ്റഗറിയുടെയും പെർസെൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. SC/STക്ക് 20%, അതുപോലെ EWS 10%. ഈ ഒരു സംഭവങ്ങളെല്ലാം നമ്മുടെ പ്രോസ്പെക്ടസിലുള്ളതാണ്. ഇതൊക്കെ വായിച്ചു നോക്കുക. 5 ഇയറിന്റെയും 3 ഇയറിന്റെയും സെപ്പറേറ്റ് പ്രോസ്പെക്ടസ് ഉണ്ട്. അത് നിങ്ങൾ ഏത് എക്സാം ആണോ എഴുതുന്നത് അതനുസരിച്ച് ഈ റിസർവേഷൻ്റെ ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി 5 ഇയർ LLBയുടെ നിങ്ങൾ
5 ഇയർ LLBക്ക് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അവിടെ കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് ഫോം നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുമല്ലോ, ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തതിന്റെ ആ ഇപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞല്ലോ പ്രിന്റ് എടുത്ത് വെക്കണമെന്ന്, ആ പ്രിന്റ് ഔട്ട് അവിടെ കൊടുക്കേണ്ടി വരും. അതോടൊപ്പം രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിന്റെയും രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിന്റെ പ്രിന്റ് ഔട്ട് കൊടുക്കേണ്ടി വരും. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ക്വാളിഫൈങ് ഇപ്പൊ 5 ഇയർ LLBക്ക് +2 നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് കൊടുക്കണം. അതുപോലെ TC വേണം, നിങ്ങൾ എക്സാം സ്കൂളിൽ നിന്ന് TC മേടിക്കുക. അതോടൊപ്പം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൻകം സർട്ടിഫിക്കറ്റ്, കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതോടൊപ്പം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം SC BC കാറ്റഗറിയിലുള്ളവർക്ക്. അതോടൊപ്പം നിങ്ങളുടെ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഇപ്പോൾ കേരള സ്റ്റേറ്റ് VHSC THSC CBSE CISCE NIOS കേരള ലിറ്റററി മിഷൻ സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ ഇക്വലന്റ്, ഇങ്ങനെ ഒരു സംഭവം, ഇത്തരം കാര്യങ്ങളുള്ളൂ. ഈ ഒരു ബോർഡ്, ഈ ഒരു ബോർഡിലും അല്ല നിങ്ങൾ പഠിച്ചത്, പക്ഷെ വേറൊരു ബോർഡിൽ നിന്നാണ് നിങ്ങൾ +2 എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, +2 എക്സാം എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ട, അല്ലാതെ മറ്റ് ബോർഡോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മറ്റ് ഗവൺമെന്റിലോ പഠിച്ചവർക്ക് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടി വരും. അതുപോലെ സ്റ്റുഡൻസ് ആൻഡ് ദെയർ പാരന്റ് ഗാർഡിയൻ ഷുഡ് സൈൻ ആൻ അഫിഡവിറ്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, അത് അവിടെ ചെല്ലുമ്പോൾ തരുന്ന കാര്യമാണ്. പിന്നെ മറ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഏജ് പ്രൂഫിനുള്ള സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അവിടെ കൊടുക്കേണ്ടി വരും. പിന്നെ ഇൻസ്ട്രക്ഷൻസ്, അഡ്മിഷൻ സമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. അതോടൊപ്പം നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് നിങ്ങൾക്ക് പിന്നെ മാറ്റാൻ കഴിയും. അത് പിന്നെ ഓർത്ത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രാവശ്യം സൈൻ ഇൻ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കാം. ലാസ്റ്റ് ഡേറ്റിന് മുമ്പേ തന്നെ ഫീസും അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡേറ്റ ഒക്കെ കൊടുക്കുക, എങ്കിൽ മാത്രമേ അഡ്മിഷൻ അവർ കൺസിഡർ ചെയ്യുകയുള്ളൂ. അതോടൊപ്പം ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കരുത്. അതായത് റിസർവേഷൻ ഇല്ലാത്തവർ റിസർവേഷൻ ഉണ്ടെന്ന് പറഞ്ഞൊന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ കറക്റ്റ് മാർക്സോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് തന്നെ എൻ്റർ ചെയ്യണം. അതോടൊപ്പം തന്നെ ദോസ് ഹു ആർ അവൈറ്റിംഗ് റിസൾട്ട്സ് ക്യാൻ ഓൾസോ അപ്ലൈ. ഈ ഒരു സംശയം എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈ വർഷം എക്സാം എഴുതി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം എക്സാം എഴുതി നിൽക്കുന്നവർക്ക് പറ്റും, പക്ഷെ മുമ്പത്തെ സെമ്മിലെല്ലാം പാസ്സായിരിക്കണം. അതോടൊപ്പം നിങ്ങൾ അഡ്മിഷൻ സമയത്ത് മാർക്ക് ലിസ്റ്റിന്റെ കോപ്പീസ് അവിടെ സബ്മിറ്റ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അത്രമാത്രം ചെയ്താൽ മതി. ഈ വർഷം എക്സാം എഴുതി നിൽക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അതോടൊപ്പം 3 ഇയറിന്റെ ഇതേ കണക്ക് തന്നെയാണ്. ഓൺലൈൻ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട്, രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിന്റെ പ്രിന്റ് ഔട്ട്, ഒറിജിനൽ ഗ്രേഡ് കാർഡ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാം ഡിഗ്രിയുടെ. അതോടൊപ്പം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, പിന്നെ ഒറിജിനൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ, അതിൽ SC BC ആണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ഗ്രേസ് മാർക്സ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, പിന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്സ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടുന്ന ആൾക്കാർ ആരെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി എടുത്തിട്ടുള്ള ആൾക്കാർ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് നേരത്തെ +2 പറഞ്ഞ പോലെ തന്നെ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് അത് മറ്റ് ബോർഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഗവൺമെന്റിൽ നിന്ന് +2 പാസ്സായവർക്കാണ്. എക്സെപ്റ്റ് ബോർഡ് ഓഫ് ഹയർ, അപ്പോൾ കേരള സ്റ്റേറ്റോ VHSCയോ THSCയോ CBSE ഒന്നും ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, അല്ലാത്തവർക്ക് അത് കൊടുക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ്. അതോടൊപ്പം ഡിഗ്രിക്കും നിങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതി റിസൾട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ബട്ട് പാസ്ഡ് ഇൻ ഓൾ ദി പ്രീവിയസ് സെമസ്റ്റേഴ്സ് ഓർ ഇയേഴ്സ്. മറ്റ് എല്ലാ സെമ്മോ അല്ലെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾ എല്ലാ ഇയർ എക്സാമും പാസ്സായിരിക്കണം, എല്ലാ സെമ്മും പാസ്സായിരിക്കണം. ദേ ഹാവ് ടു സബ്മിറ്റ് ദ കോപ്പീസ് ഓഫ് മാർക്ക് ലിസ്റ്റ് ഓഫ് ഗ്രേഡ് കാർഡ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ടു ദി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ബാക്കിയെല്ലാം അതേ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതൊരു എക്സാം എഴുതുന്നവർക്കും ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും അതിൻ്റെ കൂടെ. കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമുള്ള എക്സാമാണ്. അതുകൊണ്ട് മറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇതും കൂടി എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതിന് മുന്നേ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ റിസർവേഷനുള്ള കാര്യങ്ങൾ കൊടുക്കുക.